നമുക്ക് ഇന്ന് വന്നത് ഒരു ബലേനോ. ബലേനോ AC കൂളിംഗ് ഇല്ല പറഞ്ഞിട്ടേ, കൂളിംഗ് തീരെ ഇല്ല പറഞ്ഞ് വന്നതാ. അവരെവിടെ നിന്നൊക്കെ ചെക്ക് ചെയ്താണ്. നമ്മൾ നോക്കുമ്പോൾ കംപ്രസറിന് പമ്പിങ് കുറവാണ്, AC ഗ്യാസ് തള്ളണില്ല. അങ്ങനെ നമ്മൾ കംപ്രസർ അഴിച്ചു നോക്കിയപ്പം ഉണ്ടോ കംപ്രസർ ഓയിലാണിത്. കംപ്രസർ ഓയിൽ ഫുള്ള് ബ്ലാക്ക് കളറായി. അതിൻ്റെ കംപ്രസറിൻ്റെ പിസ്റ്റനൊക്കെ ഉരഞ്ഞിട്ട് ഫുള്ള് ബ്ലാക്ക് കളറായി. ഇതുകൊണ്ടാണ് പമ്പിങ് ഇല്ലാത്തത്. പിസ്റ്റൺ സൈഡൊക്കെ ഉരഞ്ഞ് കറക്റ്റ് പമ്പിങ് കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇതിൽ മാറണത് ഈ കംപ്രസർ മാറണം, AC കണ്ടൻസർ മാറണം, കൂളിംഗ് കോയിലും മാറണം. കാരണം ഈ മൂന്ന് ഇതിലേക്കും എന്താ പറയുക, ഈ മെറ്റൽ പാർട്ടിക്കിലുള്ള ഓയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് മൂന്നെണ്ണം മാറിയാലേ സേഫ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും AC കൂളിംഗ് കുറവായിട്ട് വരും. നമ്മൾ ലാസ്റ്റ് സൊല്യൂഷൻ ഇതാണ്, ഈ 3 സാധനം മാറണം. എളുപ്പത്തിന് നമ്മൾ ഈ കംപ്രസർ നോക്കിയപ്പോൾ പമ്പിങ് ഇല്ലാന്ന് കണ്ടപ്പം ഇതഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ ഓയിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കംപ്രസർ അയക്കുക, ഇങ്ങനെ അയച്ച്. പക്ഷേ കണ്ടൻസർ അയക്കണമെങ്കിൽ ബമ്പർ അയക്കണം. ബമ്പർ അയച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഴയതുപോലെ ഡാഷ്ബോർഡ് അയക്കണം. ഡാഷ്ബോർഡ് അയച്ചിട്ട് ഇതാ കൂളിംഗ് കോയിലിൻ്റെ ലൈനൊക്കെ ഒഴിവാക്കി ഫുള്ള് പഴയതുപോലെ ചെയ്യണം. മൊത്തമായിട്ട് ചെയ്യണം. എല്ലാ സാധനം മാറിക്കഴിഞ്ഞാലേ റെഡി ആവുള്ളൂ. ഈ ലൈന് മൊത്തം ഫ്ലഷ് ചെയ്യണം. ലൈനിൽ മൊത്തം ഈ മെറ്റൽ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ.